നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും റമദാൻ മാസത്തെ അതിജാഗ്രതയോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ റമദാനിലെ ജോലി സമയം പ്രഖ്യാപിച്ച് സൗദിയും UAEയും രംഗത്ത്. സൗദി സ്വകാര്യ മേഖലയിൽ 6 മണിക്കൂറായിരിക്കും ജോലി സമയം എന്നത്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ജോലി സമയം 6 മണിക്കൂറായി കുറച്ചതായി മാനവ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ബാങ്കുകളും രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയാണ് പ്രവർത്തിക്കുക. എന്നാൽ മണി ട്രാൻസ്ഫർ, പണമിടപാട് സ്ഥാപനങ്ങൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ പ്രവർത്തിക്കുന്നതായിരിക്കും. ബാങ്കുകളുടെ ചെറിയ പെരുന്നാൾ അവധി മെയ് 10 മുതൽ 17 വരെയും ബലിപെരുന്നാൾ അവധി ജൂലൈ 15 മുതൽ 25 വരെയുമായിരിക്കുമെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. എന്നാൽ മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങൾക്ക് മെയ് 11 മുതൽ 16 വരെ ചെറിയ പെരുന്നാൾ അവധിയായും ജൂലൈ 18 മുതൽ 22 വരെ ബലിപെരുന്നാൾ അവധിയുമായിരിക്കും. ഇതോടൊപ്പം തന്നെ UAE ഭരണകൂടവും റമദാൻ സമയക്രമം പ്രഖ്യാപിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ 5 മണിക്കൂറായിരിക്കും സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി സമയം എന്നത്. UAE മനുഷ്യവിഭവ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുകൂടാതെ സ്വകാര്യ മേഖലയിലെ സമയക്രമം UAE ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ നിയമപ്രകാരം റമദാനിൽ ജോലി സമയം 2 മണിക്കൂർ കുറയ്ക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസം 8 മണിക്കൂർ ജോലി എന്നത് റമദാനിൽ 6 മണിക്കൂറായി കുറയും. കഴിഞ്ഞ ദിവസം അബുദാബിയും ഷാർജയും സ്കൂൾ പ്രവൃത്തി സമയം റമദാനിൽ 5 മണിക്കൂറിൽ കൂടരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത്തവണ റമദാൻ മാസം ഏപ്രിൽ 13-ന് ആരംഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ വർഷം 14 മണിക്കൂറായിരിക്കും വ്രതാനുഷ്ഠാനം. റമദാൻ അവസാനമാകുന്നതോടെ അത് 15 മണിക്കൂറോളമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.